ഗുഡ് മോർണിംഗ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ എക്സാമും വലിയ കുഴപ്പമില്ലാതെ നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതിനകത്ത് സിൻസിയറായിട്ട് എഴുതിയവർക്ക് അതിൻ്റെ ഫലം സിൻസിയറായിട്ട് തന്നെ കിട്ടും അല്ലേ? നമ്മൾ ഉദ്ദേശത്തിനനുസരിച്ചാണോ നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്തവർക്ക് ആത്മാർത്ഥമായിട്ട് ഭാവിയിൽ ഉപകാരപ്പെടും. അല്ല ഉടായ്പൊക്കെ തട്ടിക്കൂട്ടി ചെയ്തവർക്ക് അതിൻ്റെതായ ഫലങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും വാട്ട് വി സോ ഈസ് വാട്ട് വി ഹീൽ. നമ്മൾ വിതക്കുന്നതേ കൊയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം അങ്ങനെ എക്സാമിൻ്റെ പേപ്പേഴ്സൊക്കെ ഞാൻ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മാർക്ക് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്യാം സൂൺ. അത് നിങ്ങളുടെ സ്റ്റുഡൻറ് ആപ്പിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഗോസ് ലോന്റെ അപ്ലിക്കേഷൻസ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ടു ഇൻഫിനിറ്റ് ഷീറ്റ് ഹാവിംഗ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആൻഡ് മൈനസ് സിഗ്മ അല്ലേ? അതിന്റെ 3 റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. കൂളംസ് ലോന്റെയും ഗോസസ് ലോന്റെയും ഒക്കെ ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫർദർ പ്രൊസീഡ് ചെയ്യാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. ഓക്കെ, എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഫോഴ്സിനെ നമുക്ക് കൺസർവേറ്റീവ് എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ 2 കണ്ടീഷൻസ്. രണ്ടും ശരിക്കും ഒന്ന് തന്നെയാണ്, നമ്മൾ പ്രൂവ് ചെയ്യും. രണ്ടും സെയിം കണ്ടീഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യും. എന്തായാലും കൺസർവേറ്റീവ് ആണെച്ചാൽ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്: വർക്ക് ഡൺ ബൈ ദാറ്റ് ഫോഴ്സ് along a closed path should be 0. വർക്ക് ഡൺ along a closed path should be 0. അപ്പം ഇലക്ട്രിക് ഫോഴ്സ് ഇ ആണ് അല്ലേ? അപ്പം ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി പറയാൻ പറ്റും അല്ലേ? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0. ഓക്കെ, കാരണം എഫ് ഡോട്ട് ഡി എസ് ആണ് ഫോഴ്സ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പം ഇ ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വർക്ക് ഡൺ ആവും അല്ലേ? രണ്ടാമത്തെ കണ്ടീഷൻ, ദ കേൾ ഓഫ് ദാറ്റ് ഫോഴ്സ് ഷുഡ് ബി 0. അതിന്റെ കേൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇനി കൺസർവേറ്റീവ് ഫോഴ്സിന് നിങ്ങൾ ഒന്നുകൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു gm/r² അല്ലേ? അതെന്താണ്? കൺസർവേറ്റീവ് ആണ് അല്ലേ? അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0. അതുപോലെ കേളിന്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കേൾ ഓഫ് ദാറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെ ഇമാജിൻ ചെയ്യാം. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു വസ്തുവിനെയും അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അത് പ്രകാരം നമുക്ക് ഒരു വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 എന്ന് പറഞ്ഞാല്, ഇപ്പൊ എക്സാമ്പിള് ഒരാളൊരു കല്ല്, ഒരു വെട്ടുകല്ല്, നല്ല കനമുള്ള ഒരു കല്ല് തലയിൽ ഏറ്റിട്ട് നടക്കുക അല്ലെ? അയാൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി, എന്നിട്ട് ഇങ്ങനെ ഏറ്റി കുറെ ദൂരം നടന്നിട്ട് തിരിച്ച് ആ പോയിന്റിലെത്തി അല്ലെ? അവിടെ തന്നെ വെച്ചു. അപ്പൊ ക്ലോസ്ഡ് പാത്തായി. വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്ക് അവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? അതായത് അയാൾ എന്താ ചെയ്തേ? ഒരു വലിയ കല്ലെടുത്തിട്ട് നടന്നു അല്ലെ? ഒരു റൗണ്ട് നടന്നിട്ട് വന്നിട്ട് അവിടെ തന്നെ നിന്നു. അപ്പൊ അയാൾ ചെയ്ത വർക്ക് ഡൺ 0 ആണെന്നാണ് എന്ത് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു പണിക്കാരനെ വെച്ചിട്ട് ഈ കല്ലൊന്ന് ഏറ്റിട്ട് ആയിക്കൂടെ ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിട്ട് നമ്മൾ കൂലി എടുക്കൂല, ഈ പണിയൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാല് നല്ല കിട്ടൽ കിട്ടും അല്ലേ? അപ്പോ അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത് അല്ലെ? വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത്, അയാളൊരു ക്ലോസ്ഡ് പാത്തിൽ വർക്ക് ചെയ്തു അല്ലെ? അയാളാകെ ക്ഷണിച്ചിട്ടുണ്ടാവും അല്ലെ? അങ്ങനെയല്ല നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളത് കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാം. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഒരു 3 സ്റ്റോറി ബിൽഡിങ്ങിന്റെ മുകളിൽ, 3 നില കെട്ടിടത്തിന്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ ഔട്ട്ലെറ്റ് നമ്മൾ വെള്ളം താഴേക്ക് വിടുകയാണ്. ആ വെള്ളം ചാടിയിട്ട് ഒരു ജനറേറ്റർ കറങ്ങുന്നു. ആ ജനറേറ്ററിന് ഒരു 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിന് വെള്ളം ചാടുന്നു. ആ വെള്ളം ചാടുന്ന വെച്ചിട്ട് ഒരു ജനറേറ്റർ കറങ്ങുന്നു. അത് വെച്ചിട്ട് ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നു. ഒരു 12 വോൾട്ട് ബാറ്ററി ഫുൾ ആക്കാൻ പറ്റുന്നുണ്ട്. ആ ബാറ്ററി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ലൈറ്റ് കത്തിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. വിച്ച് മീൻസ് ഇറ്റ് ഹാസ് സ്റ്റോർഡ് എനർജി അല്ലെ? അതിനകത്ത് കെമിക്കൽ എനർജി ഉണ്ട്, വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി വാട്ടർ ടാങ്ക് പ്ലേസ്ഡ് അറ്റ് 3 സ്റ്റോറി ബിൽഡിംഗ് അല്ലെ? അത് കിട്ടുന്നതാണ്. അപ്പോ ഈ ഒരു കേസിൽ നമുക്ക് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് നോക്കാം. ഓക്കെ,
നമ്മൾ ആ വാട്ടർ ടാങ്ക് കുറച്ചുകൂടെ മുകളിലേക്കാണ് 3 സ്റ്റോറി എന്നുള്ള 4 സ്റ്റോറി ബിൽഡിങ്ങിന്റെ മുകളിലാക്കിയാൽ എന്താവും, കുറച്ചുകൂടെ അതിന് ഹൈറ്റ് കൂടും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി MGH കൂടും, H കൂടി. അപ്പോൾ കുറച്ചുകൂടി 12 വോൾട്ടിലേറെ കുറച്ചുകൂടെ ഉള്ള ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും സ്വാഭാവികം. ഇനി എല്ലാം നമ്മൾ എടുത്തിട്ട് സെക്കൻഡ് സ്റ്റോറിക്ക് കൊണ്ടുവരിക അടിച്ചാൽ, രണ്ടാമത്തെ ബിൽഡിംഗ് കൊണ്ടുവരിക അടിച്ചാൽ എന്ത് ചെയ്യും, ഹൈറ്റ് കുറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ബാറ്ററി ഫുള്ള് ആവില്ല അല്ലേ. ഇനിയാണ് ഞാൻ പറഞ്ഞ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കൺസെപ്റ്റ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ വാട്ടർ ടാങ്ക് അത് എടുത്തിട്ട് അത് എങ്ങനെയൊക്കെ പൊക്കി, നിങ്ങൾ വല്ല ക്രെയിനോ എന്തെങ്കിലും വെച്ചിട്ട് അത് പൊക്കിയിട്ട് നിങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ വെച്ചു. ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ ആ വാട്ടർ ടാങ്ക് എടുത്തിട്ട് നിങ്ങൾ കുറേ 2 റൗണ്ട് ഓടിയിട്ട് വന്നിട്ട് അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് നിങ്ങൾ ആ വെള്ളം ചാടി കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്താൽ എന്താ സംഭവിക്കുക, ആ ബാറ്ററിന്റെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 12 വോൾട്ടിന്റെ ബാറ്ററി ഫുള്ളാക്കാനേ പറ്റുള്ളൂ, കാരണം അതിന്റെ പൊസിഷൻ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 എന്ന് പറയുന്നത് അല്ലേ. നിങ്ങളത് ആ ടാങ്ക് എടുത്തിട്ട് നിങ്ങളൊരു വർക്ക് ചെയ്യാണ്, അതിന് എന്താണ്, അതിനെ മുകളിലത്തെ നിലയിൽ കൊണ്ടുപോയി, 3ാമത്തെ നിലയിൽ നിങ്ങൾ 4ാമത്തെ നിലയിൽ കൊണ്ടുപോയി, എന്നിട്ട് താഴെ കൊണ്ടുവന്ന് അവിടെ തന്നെ വെച്ചു. എന്റെ എന്തെങ്കിലും മാറ്റുമോ, എനർജിക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? MGH ആണ് എനർജി, H മാറുന്നില്ല. അപ്പൊ ഇവിടെ എനർജി എന്ത് തന്നെയാണ്, അത് തന്നെയാണ്. അതാണ് വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാവുന്നത് അല്ലെ. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനിയിപ്പോ വേറെ കാര്യം ചിന്തിക്കാല്, നമ്മൾ ആ വാട്ടർ ആ വാട്ടർ ടാങ്കിനകത്തുള്ള വെള്ളം നമ്മൾ ഒരു ബക്കറ്റ് കൊണ്ട് ഇങ്ങനെ മുക്കിക്കൊണ്ടുകൊണ്ട് ഒഴിച്ചാലും അല്ല ഒരു മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്താലും എങ്ങനെ ചെയ്താലും അതിലുള്ള എനർജി തന്നെയാണ് അല്ലെ. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിന്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ആ ടാങ്ക് നമ്മൾ എടുത്തുകൊണ്ട് പോയി എങ്ങനെ വർക്ക് ചെയ്തിട്ടും കാര്യമില്ല, അതിന്റെ പൊസിഷൻ അതാണെങ്കിൽ എനർജി സെയിം ആയിരിക്കും അല്ലെ. അതാണ് വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 എന്ന് പറയുന്നത്. ഇനി അല്ല ക്ലോസ്ഡ് പാത്ത് അല്ല, നിങ്ങൾ ടാങ്ക് എടുത്തിട്ട് എടുത്തോടത്തല്ല വെക്കണമെന്ന് കരുതുക, നിങ്ങൾ ടാങ്ക് എടുത്ത് മുകളിലേക്ക് പോയി അവിടെ വെച്ചു കരുതുക, അപ്പൊ ക്ലോസ്ഡ് പാത്ത് ആയിട്ടില്ല അല്ലെ. അവിടുന്ന് നിറച്ചാൽ എന്താവും, നമുക്ക് ഒരു പക്ഷേ 12 വോൾട്ട് ബാറ്ററിനെക്കാളും നടക്കാൻ പറ്റും. അതാണ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കൺസെപ്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെയാണ് കൺസർവേറ്റീവ് ആകുന്നത് നോക്കാം. ഇത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് ഈ പറഞ്ഞ കേസിന് വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് എന്താന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇവിടെ ഒറിജിനകത്തൊരു ചാർജ് ക്യൂ വെച്ചിട്ടുണ്ട്, ഒറിജിനിൽ ഒരു ചാർജ് ക്യൂ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന് ചുറ്റും എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് A എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് B എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഓക്കെ, ഈ A എന്ന് പറഞ്ഞ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് RA, പൊസിഷൻ വെക്ടർ അല്ലേ. അതുപോലെ B എന്ന് പറഞ്ഞ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് RB അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു Q' എന്ന് പറഞ്ഞൊരു ചാർജ്, Q' എന്ന് പറഞ്ഞ 1 കൂളം ആണ്, +1 കൂളം ചാർജ് Q' എന്ന് പറഞ്ഞ +1 കൂളം പോസിറ്റീവ് ചാർജ് അല്ലെ, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അതിന്റെ ഫീൽഡ് ഉണ്ട് ഇവിടെയൊക്കെ. ആ ഫീൽഡിൽ നിൽക്കുന്ന Q' എന്ന് പറഞ്ഞൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാത്തിലൂടെ എന്ത് ചെയ്യാണ്, B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ആ പോകുന്ന പാത്തില് ഒരു ചെറിയ ലെങ്ത് എലമെന്റ് ആണ് DL എന്ന് എഴുതുക. ഓക്കെ, ഒരു ലെങ്ത് വെക്ടർ ആണ് DL. ഓക്കെ, അപ്പം ഇതാണ് സെറ്റപ്പ്. ക്ലിയർ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യാണ്, Q' എന്ന് പറഞ്ഞ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ 1 കൂളം ചാർജിനെ ഈ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും നമ്മൾ B എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടുന്ന ഇപ്പൊ ഒരു DL ഡിസ്റ്റൻസ് അതിന് മൂവ് ചെയ്യണം എന്ന് കരുതുക. ഈ ചാർജിനെ Q' എന്ന് പറഞ്ഞാൽ DL ഡിസ്റ്റൻസ്, ചെറിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം എന്ന് കരുതുക. അപ്പൊ വേണ്ടുന്ന വർക്ക് ഡൺ എങ്ങനെയാണ്, എ സ്മാൾ വർക്ക് ഡൺ DW വിൽ ബി ഈക്വൽ ടു E ഡോട്ട് DL എന്ന് പറയാം അല്ലെ. E എന്ന് പറയാൻ കാരണം എന്താ, ഇലക്ട്രിക് ഫോഴ്സ് ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. അപ്പൊ അതൊരു ഫോഴ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ 1 കൂളം ഫോഴ്സിന് നമുക്ക് കൊണ്ടുപോകേണ്ട വർക്ക് ഡൺ ഒരു DL ഡിസ്റ്റൻസ്, വളരെ ചെറിയ ദൂരം പിന്നിടാൻ DW വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ, E ഡോട്ട് DL എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെയുള്ള E എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്, ഇതൊരു Q എന്ന് പറഞ്ഞ ചാർജ് ആണ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ ആൾറെഡി പഠിച്ചിട്ട് എന്താണ്, 1/4πε0 ഇൻറ്റു Q/r² r cap എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് r is given by 1/4πε0 into Q/r² r cap. ഇനി ഈ ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് നമുക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാൻ എളുപ്പം സ്ഫെറിക്കൽ സിസ്റ്റം ആണ്.
സ്ഫെറിക്കൽ സിസ്റ്റത്തിനകത്ത് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എൽ അല്ലേ? ഏതൊക്കെയായിരുന്നു അതിന്റെ ഇത്? 1r r sin θ അല്ലേ? അപ്പൊ എന്തൊരു വെക്ടർ ഡി ആർ ആർ ക്യാപ് പ്ലസ് 1i അല്ലേ? ആർ അല്ലേ? ഡി തീറ്റ തീറ്റ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ ഫൈ ക്യാപ് ഉണ്ട് അല്ലേ? ഡി എൽ ഈക്വൽ ടു ഇതാണ്. ദിസ് വിൽ ബി എ സ്മോൾ ലെങ്ത് വെക്ടർ ഇൻ സ്ഫെറിക്കൽ സിസ്റ്റം. പഠിച്ചതാണ്, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പഠിച്ചതാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇ ഡോട്ട് ഡി എൽ കാണണം അല്ലേ? എന്തായി? therefore dw equal to E dot dl which is equal to ഇത് രണ്ടും ഡോട്ട് ചെയ്യാം. ഇത് ഡോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കാം? ഞാൻ ഇത് എടുത്ത് ചെയ്താൽ നിൽക്കുന്നില്ല. E dot dl ചെയ്തിട്ട് 1/4π q by r square r cap dot ഇത് dr r cap plus r d theta theta cap plus r sin theta d phi phi cap എന്ന് വരും. അപ്പൊ ആർ ക്യാപ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ് 1 ആവും. ബാക്കി ആർ ക്യാപ് ഡോട്ട് തീറ്റ ക്യാപ്പും ആർ ക്യാപ് ഡോട്ട് ഫൈ ക്യാപ്പും ഒക്കെ 0 ആവും അല്ലേ? അപ്പൊ ഞാൻ എടുത്ത് എഴുതിയാൽ എന്താവും? എന്റെ ആൻസർ എന്താവും? 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഡി ആർ എന്ന് വരും അല്ലേ? ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ് 1 ആയി, ബാക്കിയൊക്കെ 0 ആയി. അപ്പം ഡി ആർ എന്ന് വരും അല്ലേ? ദിസ് വിൽ ബി ദി സ്മോൾ വർക്ക് ഡൺ ടു ടേക്ക് ക്യൂ ഡാഷ് ത്രൂ എ ഡിസ്റ്റൻസ് ഡി എൽ അല്ലേ? Therefore, the total work done in taking the charge from point A to B, A എന്ന് B ലേക്ക് എടുക്കണേലുള്ള വർക്ക് ഡൺ എന്താവും? W equal to integral RA to RB അല്ലേ? ക്വസ്റ്റ്യൻ വെക്ടർ അല്ലേ കൊടുക്കുക അല്ലേ? RA ആണ് ഇതിന്റെ വെക്ടർ, RB ആണ് ഇതിന്റെ വെക്ടർ അല്ലേ? RA to RB എന്താവും? E dot dl എന്നാവും. This will be equal to integral RA to RB. ഈ എന്തായിരുന്നു? ഇത് അല്ലെ? E dot dl എന്താണ് ഇത്? 1/4πε0 into q by r square dr എന്നാവും. ക്ലിയർ അല്ലേ? ഞാൻ വായിക്കാണ്. അല്ലേ? which is equal to 1/4πε0 അല്ലെ? q by 4πε0 എന്താണ് ഇവിടെ? കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഡി ആർ അല്ലേ? അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ആർ എ ടു ആർ ബി 1/r² dr എന്ന് വരും അല്ലേ? ഇന്റഗ്രൽ 1/r² ഇന്റഗ്രൽ എന്താ വരിക? -1/r എന്നല്ലേ വരിക? -1/r അല്ലേ? which is equal to q by 4πε0 w അല്ലേ? വർക്ക് ഡൺ equal to q by 4πε0 into -1/r എന്നാ വരിക. ഞാനത് 1/r ചെയ്താണ്, എന്നിട്ട് ലിമിറ്റ് തിരിച്ചിട്ടാണ്. ഇത് ആർ എ ടു ആർ ബി അല്ലേ? ഞാനത് എന്താക്കാണ്? ആർ ബി ടു ആർ എ എന്നാക്കാം. നെഗറ്റീവ് വരുമ്പോൾ ലിമിറ്റ് തിരിച്ചിടാന്നല്ലേ? എന്നാൽ നമുക്ക് സൈന് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു q by 4πε0 into 1/ra minus 1/rb എന്ന് അല്ലേ? This much will be the work done in taking this charge q dash എന്ന് പറഞ്ഞാൽ 1 കൂളം from A to B. A യിൽ നിന്നും B യിലേക്ക് ആ ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടുന്ന വർക്ക് ഡൺ ഇൻ ദി പ്രസൻസ് ഓഫ് ദിസ് ചാർജ്. സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യണ്ടേ? അതും കൂടെ ആയിരിക്കണം നിങ്ങൾ. ആ ഒരു കൺസെപ്റ്റും കൂടെ കാണാൻ മനസ്സിലാക്കണം. ഇത് Q എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ചാർജാണ്. ഇനിയിപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോട്ടെ, ഏത് ചാർജ് ആയിക്കോട്ടെ, ഇവിടെ Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലെ? അതിലൂടെ വേറെ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജിനെ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഉറപ്പല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു ചാർജ് എടുക്കുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു +1 കൂളമ്പിനെ അല്ലെങ്കിൽ വേറെ ചാർജിനെ കൊണ്ടുപോയാണ്. പോസിറ്റീവ് ആണിച്ചാൽ അത് റിപ്പൽ ചെയ്യും, അല്ല നെഗറ്റീവ് ആണിച്ചാൽ അത് അട്രാക്ട് ചെയ്യും, ഉറപ്പല്ലേ? അപ്പൊ അതിന്റെ റിപ്പൾഷനോ അട്രാക്ഷനോ അതിനെ ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു വർക്ക് ഡൺ നിർബന്ധമാണ്. അപ്പൊ നമുക്ക് കിട്ടിയത് വർക്ക് ഡൺ ഫോർ taking the charge from A to B is given by W equal to Q by 4πε0 into 1/ra minus 1/rb അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വർക്ക് ഡൺ മീൻ ടേക്കിംഗ് ദ ചാർജ് ഫ്രം A to B അല്ലേ? ഇന്റഗ്രൽ RA to RB E
ഡോട്ട് ഡി എൽ ഈക്വൽ ടു എന്ത് കിട്ടും? ക്യൂ ബൈ 4πε0 ഇൻറ്റു 1/RA മൈനസ് 1/RB എന്ന് കിട്ടും അല്ലേ? ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിപ്പോ ക്ലോസ്ഡ് പാത്ത് അല്ല, എ ബിയിലേക്ക് നമ്മൾ ക്ലോസ്ഡ് പാത്ത് അല്ല. ഇനി നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് എ എന്ന് പറഞ്ഞ പോയിന്റ് നിർത്തുക അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ നിർത്തുന്നില്ല, നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? ഇവിടെ തന്നെ കൊണ്ട് നിർത്തുകയാണ് അല്ലെ. ഇവിടുന്ന് എടുത്ത് ചാർജിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ട് നിർത്തി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ എന്താ? RA, ഫൈനൽ പൊസിഷൻ വെക്ടർ എന്താ? RA അല്ലെ. എന്ന് പറഞ്ഞാൽ if the path is closed, if it is a closed path, then RA equal to RB അല്ലെ. RA equal to RB ആവും. ഈ ഇക്വേഷനകത്ത് RA equal to RB ഇട്ട് കൊടുത്താൽ എന്താവും? 0 ആവും അല്ലെ. അപ്പൊ ക്ലോസ്ഡ് പാത്ത് നമുക്ക് എങ്ങനെ കാണിക്കാം? ക്ലോസ്ഡ് ഇന്റഗ്രൽ കാണിക്കാം. അപ്പൊ എ ബി കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു എന്താവും? ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയി കഴിഞ്ഞാൽ RA equal to RB ആവും. അപ്പൊ 1/RA മൈനസ് 1/RA എന്നാവും. എന്താവും? 0 ആവും. 0. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. കണ്ടോ? വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് ദി ചാർജ് ഫ്രം 1 point through a closed path should be 0 അല്ലേ. ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. ഇതൊരു കണ്ടീഷൻ ആയിട്ടോ. ഇനി നമ്മള് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. എന്താ സ്റ്റോക്സ് തിയറം? മറിച്ച് നോക്കുക അല്ലെ. സ്റ്റോക്സ് തിയറം ഡൈവേർജൻസ് തിയറം നിങ്ങൾക്ക് ഈ ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടണം, അത്ര തറവായിട്ട് നിങ്ങളെ മനസ്സിൽ വേണത്. അപ്പൊ എന്താണ് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തിട്ട്? ഇന്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. ഇവിടെ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്താൽ ഇന്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ആവും. ഇത് ഡി എൽ ആണെങ്കിൽ ഡി എസ് ആവും. ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്നാവും അല്ലെ. ഇന്റഗ്രൽ ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സംഭവത്തിന്റെ ഇന്റഗ്രൽ 0 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. ഇന്റഗ്രന്റ് 0 എന്ന അർത്ഥം അല്ലെ. ആണല്ലോ. ഒരു സംഭവത്തിന്റെ ഇന്റഗ്രൽ 0 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രന്റ് 0 എന്ന് അർത്ഥം അല്ലെ. ഡെൽ ക്രോസ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് പറയാം അല്ലെ. ഇനി ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് കാണിച്ചാൽ ആ ക്ലോസ്ഡ് പാത്ത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏരിയ അല്ലെ. ഈ ഏരിയ 0 ആണോ? ആണോ? അല്ല, അവിടെ ഒരു ഏരിയ ഉണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ ഇതാണ് ഏരിയ. അപ്പൊ ഡി എസ് ഒരിക്കലും എന്തല്ല? 0 അല്ല. വിച്ച് ഇംപ്ലൈസ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0 അല്ലെ. സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തു, ഇങ്ങനെ കിട്ടി. അപ്പൊ ഇന്റഗ്രന്റ് 0 എന്ന് കിട്ടി. ഡി എസ് 0 അല്ല, വിച്ച് മീൻസ് ഡെൽ ക്രോസ് ഈക്വൽ ടു 0. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ അല്ലെ. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പറയാനുള്ള കാരണം. വർക്ക് ഡൺ അലോങ് എ ക്ലോസ്ഡ് പാത്ത് 0 ആവും. അതുപോലെ കേൾ ഓഫ് ദാറ്റ് ഫോഴ്സ് വിൽ ബി 0. ഇലക്ട്രോസ്റ്റാറ്റിക് അണ്ടർലൈൻ ചെയ്യണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. കേൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്താണ്? 0 ആണ് അല്ലെ. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ രണ്ട് പ്രത്യേകത നമ്മൾ പഠിച്ചു. ഒന്ന്, അതിന്റെ ഡൈവേർജൻസ് നോൺ 0 ആണ് അല്ലെ. എന്താണ് ഡൈവേർജൻസ്? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ ഡൈവേർജൻസ് ഈസ് ഫൈനൈറ്റ് അല്ലെ. ആൻഡ് കേൾ ഈസ് 0 എന്ന് പറയാം അല്ലെ. അത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു.